ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരു ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ്. ഒരു ടീഷർട്ട് മാതിരി ക്യാപ് സ്ലീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എങ്ങനെയാണ് പെട്ടെന്ന് കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിനായിട്ട് ഒരു തുണി എടുക്കുക, ചെറിയ കട്ട് പീസ് പോലെ ഒരു തുണി എടുക്കുക. അല്ല, അതിന് രണ്ട് തുണിയുണ്ട്. അതിനെ നമുക്ക് രണ്ടടി ഇങ്ങനെ മടക്കുക. രണ്ട് തുണിയും കൂടെ കൂട്ടിയിട്ടാണ് മടക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ 1 2 3 4 രണ്ട് തുണിയുണ്ട്. രണ്ട് തുണി നല്ല കറക്റ്റായിട്ട് മടക്കണം. കറക്റ്റായിട്ട് നിൽക്കണം, ചുളിവൊന്നും വരല്ല. ചുളിവ് വരല്ല, കറക്റ്റായിട്ട് മടക്കണം. ആ തുണിയുടെ മുകളിലേക്ക് ഏത് ടീഷർട്ടാണോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഏത് ടോപ്പാണോ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത്, അത് മുകളിലേക്ക് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ നടുക്ക് വെച്ച് മടക്കി വെക്കുക. കറക്റ്റായിട്ടിരിക്കണം. ഒട്ടും ചുളിവൊന്നും വരാൻ പാടില്ല. ചുളിവൊക്കെ വന്നു കഴിഞ്ഞാൽ അളവിനെ അത് ബാധിക്കും. ഇവിടെ ഒരു കയറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇങ്ങനെ മടക്കിയിട്ട് എടുത്ത് വെക്കുമ്പോൾ ഈ ടോപ്പ് എടുത്ത് ഈ തുണിയുടെ മുകളിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് താത്തി വെക്കുന്നതായിരിക്കും നല്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അവിടെ വരയ്ക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് വരച്ചെടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട സ്ഥലം പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം അവിടെ. എന്നിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഡോട്ട് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടെ കൂട്ടി വരച്ചാലും മതി. നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഡ്രസ്സ് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അളവൊക്കെ തെറ്റിപ്പോവും. ഞാനിപ്പോൾ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് മാർക്കർ വെച്ചിട്ടോ പേന വെച്ചിട്ടോ ഒക്കെ വരയ്ക്കും. പേന വെച്ചിട്ട് ആദ്യം വരയ്ക്കാത്തായിരിക്കും നല്ല. കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ തൂത്ത് കളയാനായിട്ട് വലിയ പാടായിരിക്കും. ഇനി നമുക്ക് ഫ്രണ്ടിലെ കഴുത്ത് മാർക്ക് ചെയ്യാം. അതിന് ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മടക്കുക. ഇതിൻ്റെ അളവിനനുസരിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി അതിങ്ങനെ അളവെടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ട് ഡോട്ടിട്ട് പോയാൽ മതി. എന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഡോട്ടിട്ട് പോയിട്ട് ആ കഴുത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ ഡോട്ടെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഞാൻ കഴുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ കഴുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ഡോട്ട് ഇട്ടത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടെ ആ ഡോട്ടെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അത്രയും ഭാഗം കട്ട് ചെയ്യുമ്പം ഒന്ന് ഓർക്കണം, ഇതിൻ്റെ ഇത്തിരി സ്പേസ് ഇട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. കുറച്ച് ഒരു അര എങ്കിലും തയ്യത്തുമ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കൂടിപ്പോവും, കഴുത്ത് കൂടിപ്പോവും. ജസ്റ്റ് അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കണം. ഞാൻ കട്ട് ചെയ്തു, സൈഡെല്ലാം കട്ട് ചെയ്തു. ഇനി നെക്ക്, ഫ്രണ്ട് സൈഡിലെ നെക്കും കൂടെ കട്ട് ചെയ്യാനുണ്ട്. ബാക്ക് സൈഡിലെ നെക്ക് കട്ട് ചെയ്തു. രണ്ടിൻ്റെയും ഞാൻ ബാക്ക് സൈഡിൻ്റെ വെച്ചിട്ടാണ് കട്ട് ചെയ്തു. പിന്നെ നമ്മളിപ്പോൾ വരച്ച് വെച്ചേക്കുന്ന ആ ഫസ്റ്റ് ഇരിക്കുന്ന ആ തുണി മാത്രം എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് സൈഡിലെ നെക്ക് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ബാക്ക് സൈഡിലെ ടോപ്പിൻ്റെ ബാക്ക് സൈഡിലെ ക്ലോത്താണിത്. നമുക്ക് കഴുത്ത് കയറാൻ വേണ്ടി ഒരു ചെറിയ കുഞ്ഞ് ഓപ്പണിങ് നമുക്ക് കൊടുക്കാം. അതിനൊരു 3.5 നടുക്ക് തുണി മടക്കി വെച്ചിട്ട് നമുക്ക് 3.5 നടുക്ക് ഒന്ന് അടയപ്പെടുത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും
അപ്പോൾ നമുക്ക് കഴുത്ത് കയറാൻ പറ്റുമ്പോൾ ഞാൻ അളവെടുത്ത തുണി ഒരു ബനിയൻ ടൈപ്പ് തുണിയാണ്. അപ്പോൾ പെട്ടെന്ന് അത് പുറകിലോ ഓപ്പണിംഗ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് കഴുത്ത് കയറിപ്പോകും. പക്ഷേ ഇതങ്ങനെ വരത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കാം. അതിന് ആദ്യം ഒരു ജസ്റ്റ് അറിയത്തില്ലാത്തവർക്ക് ജസ്റ്റ് ഇങ്ങനെ തുണി നേരെ വെച്ചിട്ട് ഒരു സ്കെയിൽ വെച്ച് വരച്ചിട്ട് അതിന് എന്നിട്ട് കട്ട് ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നേരെ അങ്ങ് കട്ട് ചെയ്യും. ഞാൻ ഈ ഓപ്പണിങ് നമുക്കിനി സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓപ്പണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ഇഞ്ച് വീതിയുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയുള്ള നമ്മുടെ ഈ ഓപ്പണിങ്ങിനേക്കാൾ ഇത്രയും കൂടെ നീളം വെക്കണം. നമുക്ക് ഈ ഓപ്പണിങ് എത്ര വേണമെങ്കിലും ആക്കാം. നമ്മൾ ഓരോരുത്തരും നമുക്ക് ആദ്യം ഒന്ന് നോക്കണം കഴുത്ത് കയറുമോ ഇല്ലയോ എന്ന്. എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ കഴുത്തിൻ്റെ അനുസരിച്ച് തലയുടെ വലിപ്പം അനുസരിച്ച് വേണം ഈ ഓപ്പണിങ് കൊടുക്കാൻ. ചിലപ്പോൾ ചിലർക്ക് ചെറിയ തലയായിരിക്കും, ചിലർക്ക് വലുതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഓപ്പണിങ്ങിനേക്കാൾ ഇത്രയും കൂടെ ഒരു ഇഞ്ചും കൂടെ നീളമുള്ള തുണിയായിരിക്കണം ഇത്. എന്നിട്ട് നമുക്ക് ഈ തുണി എടുത്ത് ഈ തുണിയുടെ ഇതിൻ്റെ ഇപ്പോൾ 2 സൈഡും ഒരേപോലെ ആയതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചിലതിന് അകം പുറം ഉണ്ടാവുമല്ലോ. അപ്പം നല്ല വശത്തിൻ്റെ നല്ല വശത്തിൻ്റെ സൈഡിലേക്ക് ഇതിൻ്റെ നല്ല വശമായിരിക്കണം, തുണിയുടെ നല്ല വശമായിരിക്കണം. ഇതിൻ്റെയും ഈ അകത്ത് ഓപ്പണിങ് ഇതിന് വേണ്ടിയിട്ട് ഓപ്പണിങ്ങിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മൾ 3 ഇഞ്ചിൻ്റെ തുണിയില്ല, ആ തുണിയും കൂടെ തുണിയുടെ നല്ല വശം ഒരുപോലെ ആക്കണം. എന്നിട്ട് നമുക്ക് ഒന്നുകിൽ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മുട്ടുസൂചി വെച്ചിട്ടോ ഇങ്ങനെ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തയ്ക്കാൻ ഒരുമിച്ചാക്കി വെക്കണം. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇത് കണ്ട് ഞാൻ 2 സൈഡിലും ഇപ്പം നൂല് കൊണ്ട് തന്നെ ഞാൻ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലൂ കളറിലുള്ള നൂല് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് മെഷീനെ കൊണ്ടുപോയി ഇതിങ്ങനെ ശരിക്കും ഇതിൻ്റെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇത്തിരി ഒരു 1/4 ഇഞ്ച് വിട്ട് നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ അങ്ങ് അറ്റത്തും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇങ്ങനെ വൈറ്റ് കളർ നൂല് കൊണ്ടാണ് ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാണാൻ പറ്റും നടുക്കൂടി ഈ ഓൾറെഡി മുകളിലത്തെ നൂടി നമ്മൾ കട്ട് ചെയ്തതല്ലേ. അപ്പോൾ അതിൽ കൂടെ തന്നെ താഴത്തെ തുണി കൂടെ കട്ട് ചെയ്യാനുണ്ടല്ലോ, അതും കൂടി ഇങ്ങനെ നമുക്കങ്ങ് കട്ട് ചെയ്യാം. ഇനി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ഈ തുണിയുടെ നല്ല വശം. അപ്പം അതിൻ്റെ മുകളിൽ വെച്ചായിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്ത്. ഇനി നമുക്കിത് അകത്തോട്ട് മടക്കണം. ഇതിങ്ങനെ മടക്കി എടുക്കണം. അപ്പോൾ അതിങ്ങനെ ചുമ്മാ മടക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഇടയ്ക്ക് ചുളിവൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ ഇത് തയ്യലെ മുട്ടിക്കാതെ ചെറിയതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കാണിച്ചാൽ അത് ഇങ്ങനെ തയ്യലിലെ മുട്ടരുത്, പൊട്ടിയാൽ പോയി. ഇങ്ങനെ അതൊക്കെ ഇടവിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ വെള്ള നൂല് കൊണ്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്, അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നത്. ഞാൻ ആ ബ്ലൂ കളറിലെ നൂലില്ല കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത്, അതങ്ങ് ഞാൻ ഊരിക്കളഞ്ഞു. അത് ഞാൻ ഈ വെള്ള നൂല് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഊരിക്കളഞ്ഞത്. അങ്ങനെ ഊരിക്കളയുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അല്ലെങ്കിൽ മുട്ടുസൂചി കൊണ്ട് സ്റ്റിച്ച് ഇങ്ങനെ പിടിച്ച് വെക്കാൻ പറ്റുക, അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മുട്ടുസൂചി കൊണ്ട് വെച്ചാലും മതി, പിൻ ചെയ്ത് വെച്ചാലും മതി. എൻ്റെ ഈ മുട്ടുസൂചി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കിത് ഒന്നുകിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് അങ്ങ് അയൺ ചെയ്തിട്ട് പിന്നെ അകത്തോട്ട് കയറ്റിയാലും മതി കേട്ടോ. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അകത്തോട്ട് ഇതിങ്ങനെ കയറ്റിയിട്ട് പിന്നെ അയൺ ചെയ്താലും മതി. ഒന്ന് അയൺ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി എടുക്കണം. അത് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ മടക്കി എടുക്കണം ഈ അവിടെ നിന്ന്. ഇപ്പോൾ ചിലപ്പം ഇങ്ങനെ തിരിഞ്ഞ് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് അകത്തെ ഈ തയ്യത്തുമ്പിൻ്റെ ഇവിടെ ഇങ്ങനെ ഇല്ല, ഇച്ചിരി കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, സ്റ്റിച്ചേ മുട്ടാതെ. അപ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും.
ഇത് ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി എടുത്താണ്. ഇത് ഒന്നും കൂടി നമുക്ക് എന്നിട്ട് ഇങ്ങനെ മടക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഇവിടെ ഇങ്ങനെ. അപ്പോൾ കുറച്ചുകൂടെ അങ്ങ് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇങ്ങനെ ഇവിടെയും ഇങ്ങനെ അങ്ങ് അയൺ ചെയ്തിട്ട് നമുക്ക് ഈ അറ്റത്തൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് അങ്ങ് ഇരുന്നുള്ളൂ. പിന്നെ അങ്ങ് മാറിപ്പോകത്തില്ല. ചിലർ അങ്ങനെ അയൺ ചെയ്ത് മാത്രമേ വെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വെക്കാതെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഈ അറ്റത്തൂടെ ഒന്നും കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നുള്ളൂ. നമുക്ക് ആദ്യം അയൺ ചെയ്തിട്ട് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. ഇത് ഞാൻ ബാക്ക് സൈഡിൽ തയ്ച്ചിട്ടുണ്ട്. ഇനി കഴുത്തും കൂടെ തയ്ക്കണം. പിന്നെ ഷോൾഡർ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ 4 ലൈൻസ് വരച്ചിരിക്കുന്നത് കണ്ടോ. ഒത്തിരി കട്ടിയിലല്ല, ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ 1.25 ഇഞ്ചാണ് വീതി ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റൻസ് കൊടുത്തേക്കുന്നത്. 1.25 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ 4 ലൈൻസ് വരച്ചിരിക്കുന്നത്. ഇടയ്ക്ക് സ്പേസ് ഇട്ടേക്കുന്നത് 1.25 ഇഞ്ച് വീതിയാണ്. അതിന് ഞാൻ 1 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട്. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒത്തിരി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എന്നാൽ ഒത്തിരി വലിയ ഡിസൈനും അല്ല, ചെറിയത്. നീളം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനത് തയ്ച്ചു. എന്നിട്ട് നമുക്ക് അതിനെ ഒരു ഫ്രില്ല് മാതിരി ആക്കണം. ഇത് ഞാൻ രണ്ട് സൈഡും അറ്റം തയ്ച്ചിട്ടുണ്ട് അതിനെ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഫ്രില്ല് മാതിരില്ലേ, കുഞ്ഞി ഫ്രില്ല് അതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമുക്ക് വേണമെങ്കിൽ സൂചി കൊണ്ട് ഇങ്ങനെ നൂല് കൊണ്ട് തയ്ച്ച് ഇങ്ങനെ അകത്തി തയ്ച്ചിട്ട് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് വലിച്ചു കഴിയുമ്പോൾ ഒരു ഫ്രില്ല് പോലെ കിട്ടില്ലേ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലാതെ നമുക്ക് മെഷീനിൽ തന്നെ ഉഷയിലൊക്കെ ആണെങ്കിൽ 4ലൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം തയ്യലിൻ്റെ ലെങ്ത് 4ലൊക്കെ ആകുമ്പോൾ ഇച്ചിരി നീളത്തിൽ കിട്ടില്ല. എന്നിട്ട് അറ്റത്ത് വന്നു കഴിയുമ്പോൾ 2 നൂല് കൂടെ ഉള്ളതിനകത്ത് ഒരു നൂലെ പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ ഒരു സൈഡിൽ ഒരു നൂലെ പിടിച്ച് വലിച്ചു കഴിയുമ്പോഴത്തേനും ഈ ഫ്രില്ല് മാതിരി തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിട്ടുന്നത് ഇതിനേക്കാട്ടിലും. ഇങ്ങനെ നമ്മൾ സൂചി വെച്ച് ഇങ്ങനെ തയ്ച്ച് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി പെർഫെക്ഷൻ അങ്ങനെ ചെയ്യുമ്പം കിട്ടുന്നതായിരിക്കും. ഇത് ഞാൻ മെഷീനിൽ തന്നെയാണ് തയ്ച്ചത്. എനിക്ക് അല്ലാതെ തയ്ച്ചിട്ട് കിട്ടുന്നില്ല, നന്നായിട്ട് കിട്ടുന്നില്ല. പിന്നെ ഞാൻ മെഷീനിൽ തന്നെ 4ലിട്ട് തയ്ക്കുന്ന ലെങ്തില്ല, 4ലിട്ട് ഞാൻ തയ്ച്ചതാണ്. എന്നിട്ട് ഇതുമാതിരി ഫ്രില്ല് പോലെ ആക്കിയെടുത്തു അത്. എന്നിട്ട് ഞാൻ തയ്ച്ചിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഇതിലോട്ട് തന്നെ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ നേരെ ആക്കിയിട്ട് ആ ഫ്രില്ല് പോലെ ഇരിക്കുന്നത് ഇങ്ങനെ നേരെ ആ ഫ്രില്ല് വളച്ച് നേരെ ആക്കാതെ അതുപോലെ തന്നെ ഫ്രില്ലായിട്ട് തന്നെ ഇതിലോട്ട് തയ്ച്ച് പിടിപ്പിക്കണം. ഇത് ഞാൻ വരച്ചതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ വരയുടെ മുകളിലേക്ക് ഞാൻ അതിനെ ആ ഫ്രില്ല് മാതിരിയുള്ളത് ഞാനത് ഇങ്ങനെ കട്ട് ചെയ്ത് അത് ആ ഒരളവ് ഒരു 10 ഇഞ്ച് ജസ്റ്റിന് നേരെ താഴെ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഇത് അളവെടുത്ത് ആ വര വരച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ അതിനനുസരിച്ച് അളവെടുത്ത് വരച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ തയ്ച്ച് പിടിപ്പിച്ചു. ഇനി നമുക്ക് അതിന് പൈപ്പിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തുണി എടുത്ത്, ഇത് 2.5 മീറ്ററാണ്. ഈ 2.5 ഇഞ്ചാണ്, മീറ്റർ അല്ല 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് അത് ഈ രണ്ടും കൂടെ ഇങ്ങനെ 2 സൈഡും കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിങ്ങനെ ഒന്നുകിൽ അകത്തുനിന്ന് എടുത്തിട്ട് പിന്നെ പുറത്തോട്ട് തയ്ക്കുകയോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുത്തിട്ട് പുറത്ത് ആദ്യം തയ്ച്ചിട്ട് അകത്തോട്ട് തയ്ക്കുകയോ, എങ്ങനെ വേണമെങ്കിലും പൈപ്പിങ് നമുക്ക് ചെയ്യാതെ. ഇതുപോലെ ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട് ഇതിനറ്റത്ത്. എന്നിട്ട് ലോക്ക് ചെയ്തേക്കുവാണ്. അത് എഴുന്നേഴ്ന്ന് പോകുന്ന തുണി അതുകൊണ്ടാണ് കേട്ടോ. മറ്റേ ആ ഫ്രില്ലിന് ഞാൻ സൈഡിൽ ലോക്ക് ചെയ്തേക്കുന്നത് അത് എഴുന്നേഴ്ന്ന് പോകുന്ന തുണി ആയതുകൊണ്ടാണ്. ഇതുപോലെ നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് വേണമെങ്കിലും പൈപ്പിങ് ജസ്റ്റ് അകത്ത് തയ്ച്ചിട്ട് പിന്നെ പുറത്തോട്ട് പൈപ്പിങ് തയ്ക്കുക, അല്ലെങ്കിൽ പുറത്ത് തയ്ച്ചിട്ട് അകത്തോട്ട് പൈപ്പിങ് തയ്ക്കുക, എങ്ങനെ വേണമെങ്കിലും തയ്ക്കുക. അത് എങ്ങനെ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതുപോലെ തയ്ക്കും. ഞാൻ അകത്ത് തയ്ച്ചിട്ട് പുറത്തോട്ട് തയ്ച്ചു. ഇതിൻ്റെ പൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പൈപ്പിംഗ് കഴിഞ്ഞ് ഇനി എന്നിട്ട് കൈ തയ്ക്കണം. കൈ തയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കുക, 2 സൈഡിലും കൈ തയ്ക്കണം. ഇനി ജസ്റ്റ് ഒന്ന് മടക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ അങ്ങ് തയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഒരു മടക്ക് തയ്ച്ചില്ല ഇങ്ങനെ വലിച്ചിട്ട് അതങ്ങ് തയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ മടക്കി ഒന്നും കൂടെ തയ്ക്കും. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കല്ലാതെ ചെയ്യാൻ തെറ്റിപ്പോറുണ്ട്. ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കുക ആദ്യം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ തയ്ക്കും. കൈ രണ്ടും തയ്ച്ച് ഇനി സൈഡ് രണ്ടും കൂട്ടി യോജിപ്പിക്കണം. പിന്നെ അടിഭാഗം കൂടെ മടക്കി അടിക്കണം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. സൈഡ് തയ്ച്ചിട്ടുണ്ട്, അടിഭാഗവും അടിച്ചിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനൊരു ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒരു കൊളുത്തും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബട്ടണും തയ്ച്ചിട്ടുണ്ട്, അതിനൊരു കൊളുത്തും കൂടെ കൊടുത്തിട്ടുണ്ട്. ആകുമ്പോൾ കഴുത്തിനൊരു സുഖം കിട്ടും. ഇങ്ങനെ കഴുത്തിനെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നത്തില്ലല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.